എന്തേ പിന്നെ വന്നേ? അസുഖം മാറിയില്ല? എന്ത് ചെയ്യാനാ സിസ്റ്റർ, കുറവില്ല. ആണോ? ഡോക്ടർ ഒരു ഫ്ലൂയിഡ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്ലൂയിഡ് ഇടാവണം. ഇതിനിപ്പോ കുറെ പൈസ ആയില്ല സിസ്റ്റർ. പൈസ അത്രയ്ക്ക് പൈസ ഒന്നും ആവില്ല. അത്രയ്ക്ക് പൈസ ഒന്നും ആവില്ല. പക്ഷെ നമുക്ക് അസുഖം മാറണ്ടേ? പണിക്ക് പോയിട്ട് ഓരോ ദിവസമായി വയ്യാതായതുകൊണ്ട് പണിക്ക് പോകാറില്ല. പൈസന്റെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഫ്ലൂയിഡ് ഇടണമെങ്കിൽ ക്യാൻഡിൽ ഇടണം. മറ്റേ എസ് ഇട്ട് കഴിഞ്ഞാൽ അത് ബൾജാവും, കൈ ഇളക്കി അങ്ങോട്ട് കൊടുക്കും. പക്ഷെ നമുക്ക് ഫ്ലൂയിഡ് ഇടണമെങ്കിൽ ക്യാൻഡിൽ തന്നെ ഇടണം. അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കയറാതെയൊക്കെ വരും. പിന്നെ മാറ്റി പിന്നെയും കുത്തുമ്പോൾ നിങ്ങളുടെയൊക്കെ കൈക്കൊക്കെ വേദനയും കാര്യങ്ങളൊക്കെ ആവും. അപ്പം ക്യാൻഡിൽ തന്നെയാണ് ഏറ്റവും നല്ലത്. അസുഖമൊക്കെ മാറിക്കോളൂ കേട്ടോ. ഇത് ഞാനിവിടെ ഒട്ടിക്കുന്നുണ്ടേ. ഇത് ഇളകാതെ നോക്കണം കേട്ടോ. ഞാൻ പുറത്തുണ്ടാവും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും കേട്ടോ. ഏട്ടാ ഇതൊന്ന് ഇളകാതെ ഒന്ന് നോക്കണം കേട്ടോ. ഏട്ടാ ഏട്ടാ കൈ വേദന ഉണ്ട്. കൈ വേദന ഉണ്ട്. ഇത് ഔട്ടായിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മാറ്റി കുത്തണം. അയ്യോ, അപ്പൊ അതിന് കാശിന് ഒരുപാടാവില്ലേ? ഇല്ല, അതിന് വലിയ ക്യാഷ് ഒന്നും ആവില്ല. ഒരു എസ് വി സെറ്റ് എന്ന് പറയുന്ന സാധനം, അതിന് വലിയ ക്യാഷ് ഒന്നും ആവില്ല. നമുക്കൊന്ന് മാറ്റി കുത്തണം. ഏട്ടാ ഏട്ടാ ഇതൊന്ന് മാറ്റി കുത്തണം കേട്ടോ. ബൾജായിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് മാറ്റി കുത്തിയിട്ടുണ്ടേ. ശ്രദ്ധിക്കണ കൈ ഇളക്കാതെ. ഏട്ടാ ഏട്ടാ ഇതൊന്ന് ശ്രദ്ധിക്കണ കൈ ഇളക്കാതെ. ഏട്ടാ ഏട്ടാ കൈ വേദന ഉണ്ട്. ഇത് കൈ ഇളക്കിയോ? ഔട്ടായിട്ടുണ്ടല്ലോ. ഏട്ടാ ഇത് കൈ ഇളക്കി നിങ്ങൾ ശ്രദ്ധിച്ചില്ല? ഇത് ശ്രദ്ധിച്ചില്ല? കൈ ഇളക്കിയത് ഇളക്കിയത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ശ്രദ്ധിച്ചില്ല. കുത്താൻ അറിയാത്തോണ്ടേക്കാരോ ഇത്? എത്ര വട്ടത് മാറ്റി കുത്തണപ്പോ? ഞാൻ നോക്കിയതല്ല, നിങ്ങൾക്ക് കുത്താൻ അറിയാത്തോണ്ടേക്കാരോ? ഇത് എത്രാമത്തെ തട്ടപ്പോ കുത്തുന്നത്? രണ്ടാമത്തെ തട്ടാണ് ഇപ്പൊ കുത്തുന്നത്. ഇങ്ങനെ നോക്കല്? നിങ്ങൾക്ക് കുത്താൻ അറിയില്ല? ശ്രദ്ധിച്ച് നിങ്ങളുടെ പൈസ, നിങ്ങൾക്ക് പൈസ ഉള്ളത് തരുന്നതല്ല, ചക്കച്ചോറിലൊന്നല്ലല്ലോ. തീരെ ഉത്തരവാദിത്തം ഇല്ലാതെ. അത് ആള് ഓൾറെഡി വീക്കാണല്ലോ, അപ്പൊ അതുകൊണ്ടായിരിക്കും വെയിൻ കിട്ടിയിട്ട് ഇങ്ങനെ ആയി പോയത്. സോറി ഏട്ടാ. ഞാൻ ആ സാധനത്തിനൊന്നും ബില്ല് ഞാൻ അടക്കൂലട്ടാ. ഞാൻ എന്തായാലും ഞാൻ ബില്ല് അടക്കൂല. അങ്ങനെ അടക്കേണ്ടി വരും. നിങ്ങൾക്ക് കുത്താൻ അറിയാതെ പറ്റൂല. നിങ്ങൾ പണിയൊക്കെ നിർത്തിപ്പോയിക്കൂടെ? നിങ്ങൾക്ക് എത്ര വട്ടാ കുത്തുന്നത്? അപ്പോഴൊക്കെ ദൈവം കാണിച്ചിട്ടുണ്ട്, അപ്പോഴൊക്കെ ചീത്ത കേട്ടിട്ടുണ്ട്. ഇത്രയും സംഭവം ഞാൻ അറിഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പേരിൽ വിഷമിക്കാനൊന്നുമില്ല. ഓക്കെ, പെയിനൊക്കെ കിട്ടാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും, പേഷ്യൻസിനെ അറിയാത്തതുകൊണ്ടല്ലേ. അമ്മമാരുടെ സ്നേഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന് വിഷമം ഉണ്ടായിരിക്കുമ്പോൾ, കരച്ചിലുണ്ടായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു സ്നേഹം സിസ്റ്ററുടെ. അതുകൊണ്ടാണ് അവർ മാലാഖമാരാകുന്നത്. അതായത് ഇത് നമ്മൾ വിഷമമൊന്നും വിചാരിക്കും. ഏത് വിഷമത്തിലും പുഞ്ചിരിയോട് ശുശ്രൂഷ നൽകാൻ കഴിയുന്ന എല്ലാ നഴ്സുമാരും ദൈവത്തിൻ്റെ സ്വന്തം മാലാഖമാരായി എന്നും പുഞ്ചിരി വളർത്താൻ കഴിയട്ടെ. ഹാപ്പി നഴ്സസ് ഡേ.